ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നാണക്കേട് തോന്നുന്നു. അങ്ങനെയല്ല, ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നാണക്കേടാകുന്നു. ഐശ്വര്യലക്ഷ്മി ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ധരിച്ച വസ്ത്രം കണ്ടാൽ ആർക്കായാലും ഒന്ന് നെറ്റി ചുളിക്കേണ്ടി വരും. ഇവർക്കൊക്കെ കുറച്ചുകൂടി മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചുകൂടെ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ആരാണോ എല്ലാവരും? കുട്ടികളും കുടുംബങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ എത്തുമ്പോൾ അല്പമെങ്കിൽ മാന്യത കാണിക്കണ്ടേ? കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ കേരള സംസ്കാരത്തിന് അതൊക്കെ കേൾക്കുമ്പോഴാണ് ഭ്രാന്ത് കയറുക. ഊളകളെ, നമുക്ക് ഉടുക്കാൻ നേരം പോലെ വസ്ത്രം ഉണ്ടായിരുന്നില്ല, മേൽമുണ്ടും ഉണ്ടായിരുന്നില്ല, നാണം മറയ്ക്കാൻ ഒരു തുണ്ടും ഞാൻ പറയുന്നില്ല. നമ്മുടെ കേരള സംസ്കാരത്തിന് ഒട്ടും ചേരാത്ത രീതിയിലുള്ള വസ്ത്രധാരണം ശരിക്കും നാണക്കേടാണ്. എന്താണാവോ കേരള സംസ്കാര രീതിയിലുള്ള വസ്ത്രധാരണം? ഇതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ടാണ് ഹണി റോസും അന്നാരാജനും ലിച്ചി ബ്രാക്കറ്റിൽ ഒക്കെ ഉദ്ഘാടന പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത്. ഞാൻ ഫേസ്ബുക്കിൽ കേട്ടൊരു സാധനം വായിച്ചു തരാണ് കേട്ടോ. അവരൊക്കെ എത്ര മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് ജനങ്ങൾക്കിടയിലേക്ക് വരുന്നത്. അവരെയൊക്കെ കണ്ടു പഠിക്കണം ഈ ഐശ്വര്യലക്ഷ്മി. വാർത്തകളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയുള്ള ഇത്തരം വസ്ത്രധാരണങ്ങൾ ഒരുപക്ഷെ അവർക്ക് ഗുണം ചെയ്തേക്കാം. ഇപ്പോഴൊരു മാറ്റമില്ല. എൻ്റെ പൊന്നിടാങ്ങളെ, ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു എന്ന് വെച്ചിട്ട് അവർക്കൊരു ഗുണം കിട്ടുന്നില്ല. വസ്ത്രം ധരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഇഷ്ടമാണെന്നേ, നോക്കട്ടെ. പക്ഷെ കാണുന്നവർക്ക് അത് അത്ര സുഖമുള്ള കാര്യമല്ല. ആർക്കാണത്? കുറച്ചുകൂടി നാടിന്റെ രീതികളും മാന്യതയും അറിഞ്ഞു പെരുമാറുന്നത് അവർക്ക് തന്നെയാവും നല്ലത്. ഇത്തരത്തിലുള്ള പ്രവണതകൾ വല്ലാതെ കൂടി വരുന്നത് ഒട്ടും ശരിയല്ല. ഇത് സത്യം പറഞ്ഞു ഞാനൊരു ഫേസ്ബുക്ക് ഐഡിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി, ഇത് അവനെന്തോ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്, അവനെന്തോ തെറി കിട്ടാനും വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനി വസ്ത്രധാരണത്തെക്കുറിച്ച് പറയാം. നമ്മുടെ കേരള ചരിത്രത്തിലെ വസ്ത്രധാരണത്തെ പറ്റി വല്ല ധാരണയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ പണ്ട് കുറേ എത്തിക്കഴിഞ്ഞാലേ നമുക്ക് നേരം പോലെ ഉടുക്കാൻ നേരം പോലെ വസ്ത്രം പോലും ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ രാജാക്കന്മാരെ പണ്ടത്തെ വസ്ത്ര രീതിയെ പറ്റിയിട്ടൊക്കെ ചരിത്ര രേഖകളുണ്ട്. അരയിലൊരു മുണ്ടുണ്ടായിരിക്കും, അതും മുട്ടോളം എത്താത്ത ഒരു മുണ്ട്. ഏറി വന്ന ആരെങ്കിലൊക്കെ വരുമ്പോൾ ഒന്ന് മേലിടാൻ ഒരു മേൽമുണ്ട് കൂടി ഉണ്ടാകും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്ന സർവാഭരണ ഭൂഷതയായിട്ട് നിൽക്കുന്ന പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാരുടെ കാര്യം അതാണെങ്കിൽ പിന്നെ മറ്റുള്ള നാട്ടുകാരുടെ അവസ്ഥ പറയണ്ടല്ലോ, ഞാൻ പറയുന്നില്ല. എന്തായാലും വസ്ത്രം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കംഫർട്ടാണ്. ഇവിടെ ഹണി റോസ് ആയിക്കോട്ടെ, ഈ ഐശ്വര്യലക്ഷ്മി ആട്ടെ, അവരിടുന്ന വസ്ത്രം അവർക്ക് കംഫർട്ടാണ്. അവരതിൽ ഓക്കെയാണ്, 100% ഓക്കെയാണ്. ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, വസ്ത്രം ധരിച്ചിട്ട് ഒരു സ്ത്രീ പൊതു സമൂഹത്തിൽ അവരതിൽ ഓക്കെ അല്ലെങ്കിൽ അവർ ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ചിലരൊക്കെ ചിലപ്പോൾ ഈ ഒരു ബ്രസ്റ്റിന്റെ ഭാഗം ഒരല്പം അയവുള്ള ഡ്രസ്സാണെങ്കിൽ ഒന്ന് കുനിയുമ്പോഴേക്കും അവരവരെ കൈ നെഞ്ചത്തോട്ട് എത്തിച്ചിട്ടുണ്ടായിരിക്കും, 100% എത്തിച്ചിട്ടുണ്ടായിരിക്കും. അവർ ഡിസ്കംഫർട്ട് ആണെങ്കിൽ അത് കൃത്യമായിട്ടും നിരന്തരം മറയ്ക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കും, അല്ലേ? അവരവരുടെ ഡ്രസ്സിൽ കംഫർട്ട് ആണെങ്കിൽ എന്ത് കണ്ടാലും അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഇവിടെ ഇപ്പോൾ ഐശ്വര്യലക്ഷ്മിയുടെ പ്രശസ്തമായ ചിത്രം ഇതാണ്, നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ചിത്രത്തിൽ ബ്രസ്റ്റിന്റെ നെഞ്ച് ഭാഗം ഒരു ഇങ്ങനത്തെ ഒരു കോഴിമുട്ട സൈസിൽ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇതൊരു മോഡേൺ ഡ്രസ്സാണ്, ധരിച്ചോട്ടെ, ആർക്കിഷ്ടമുള്ള ധരിച്ചോട്ടെ. അതുകൊണ്ട് തന്നെ അവരുടെ ബ്രസ്റ്റിന് ചെറിയൊരു ഭാഗം കാണാനുണ്ട്. ഇത് കണ്ടതുകൊണ്ട്, ഇത് കാണുന്നു എന്ന് തീർച്ചയായിട്ടും ആർക്കറിയാം? നമ്മുടെ ഐശ്വര്യലക്ഷ്മിക്ക് അറിയാം. അറിയാലോ? അറിയാതെ അബദ്ധത്തിൽ ഇട്ടുപോയ ഡ്രസ്സൊന്നുമല്ലല്ലോ, അവർക്കത് അറിയാം. എൻ്റെ പൊന്നിടാങ്ങളെ, അവർക്കത് അറിയാം. അപ്പൊ ഇത്രത്തോളം ഭാഗം കാണുന്നുണ്ട് എന്ന് അവർക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് അങ്ങനെ പ്രദർശിപ്പിക്കാൻ അവർക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ അവരത് ഇട്ട് നടന്നുവിട്ടെന്നേ. അവരെപ്പോഴെങ്കിലും ആ ഒരു ഭാഗം മറയ്ക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, അവരാ ഭാഗത്തേക്ക് കൈകൾ കൊണ്ടുപോകുന്നേയില്ല. ഇനിയിപ്പോൾ ഇന്ത്യൻ സംസ്കാരം, കേരള സംസ്കാരം എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ച് കഷ്ടമാണ്. ആട്ടുകാർ പറയുന്ന പോലെ തന്നെ ഡ്രസ്സ് ഇട്ട് നടക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ കുടുംബത്ത് പോയി പറഞ്ഞാൽ മതി. ബൈ. അല്ല, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഐശ്വര്യലക്ഷ്മിയുടെ വസ്ത്രധാരണം മോശമാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.